മർക്കോസിൻ്റെ സുവിശേഷമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ബൈബിൾ ക്ലാസ്സിൽ സൂമിൽ കൂടെ പങ്കെടുക്കുന്നവരും അതോടൊപ്പം വിവിധ സോഷ്യൽ മീഡിയയിൽ കൂടെ യൂട്യൂബിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം കഴിഞ്ഞ 7 ക്ലാസ്സുകളിലായി 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ കടുകുമണിയെക്കുറിച്ച് നാം ചിന്തിച്ചു. കടുകുമണി ഏറ്റവും ചെറിയ ഒരു വിത്താണെങ്കിലും അത് വളർന്ന് വലിപ്പമുള്ള ഒരു ചെടിയായിത്തീരുന്നത് പോലെ ദൈവരാജ്യം വളർന്ന് ക്രിസ്തുവിൻ്റെ സഭ വളർന്ന് വലുതായിത്തീരുന്ന കാര്യമാണ് നാം ചിന്തിച്ചത്. യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്തപ്പോൾ വലിയ ചുഴലിക്കൊടുങ്കാറ്റ് ഉണ്ടായി. യേശു എഴുന്നേറ്റ് അതിനെ, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അതിനുശേഷം അവർ അക്കരെ ചെന്നു. ഒരു വലിയ ഭീകരനായ ഉഗ്രനായ ഒരു ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കി. ആ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ദിവസം നാം പഠിക്കുകയുണ്ടായി. ഇന്ന് മർക്കോസ് 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ 6-ാം അധ്യായം 13-ാം വാക്യം വരെയുള്ള 36 വചനങ്ങളാണ് നാം ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിനെ 4ആയിട്ട് തിരിച്ച് നാം ചിന്തിക്കുന്നു. ഒന്ന്, രക്തസ്രവ രോഗമുള്ള ഒരു സ്ത്രീ യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നു. യായിറോസിൻ്റെ മകളെ, മരിച്ചുപോയ മകളെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. യേശു തൻ്റെ സ്വന്തം പട്ടണമായ നസ്രത്തിൽ വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ യേശുവിനെ തിരസ്കരിക്കുന്നു. 4-മത്, യേശു തൻ്റെ ശിഷ്യന്മാരെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പ്രസംഗിക്കാനായിട്ട് അയക്കുന്നു. ഇങ്ങനെയുള്ള 4 ഭാഗങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം. 1-ാമത്തെ ഭാഗം യേശു രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്ന ഭാഗമാണ്. 5-ാം അധ്യായം 21 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാൻ സാധിക്കും. 21ഉം 22ഉം വാക്യങ്ങൾ വായിക്കാം. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്നു അവനെ കണ്ട് കാൽക്കൽ വീണു. 21, 22 വാക്യങ്ങൾ നോക്കുക. യേശു ഗലീല കടൽ വീണ്ടും ക്രോസ് ചെയ്ത് മറുകരയിൽ വന്നു. മറുകരയിൽ എന്ന് പറയുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടോ ഒന്നുമല്ല, തെക്കേ അറ്റത്തു നിന്നും വടക്കേ അറ്റത്തുള്ള കഫർന്നഹൂം വരെയാണ് അവർ പടകിൽ യാത്ര ചെയ്തത്. ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് നാം പറയുകയുണ്ടായി. കുറേ മണിക്കൂറുകൾ, 1-2 മണിക്കൂറുകൾ എടുക്കുന്ന ഒരു യാത്രയാണ്. അങ്ങനെ അവർ വീണ്ടും കടന്ന് അക്കരെ എത്തി. അവർ കഫർന്നഹൂമിലെത്തി. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു ഒരൊറ്റ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് ഈ 20 കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്ത് അവിടെ വരികയും വീണ്ടും തിരികെ പോവുകയും ചെയ്തു. യേശുവിന് മനുഷ്യരോടുള്ള അനുകമ്പ, യേശുവിനുള്ള അവൻ്റെ കരുണയാണ് നാം അവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ യായിറോസ് എന്ന ഒരു പള്ളിപ്രമാണി, അതായത് യഹൂദന്മാരുടെ സിനഗോഗിൻ്റെ ഒരു ഉത്തരവാദിയായ ആളാണ് ഈ പള്ളിപ്രമാണി എന്ന് പറയുന്നത്. ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ കാൽക്കൽ വീണു. അത് നാം വായിക്കുമ്പോൾ ലളിതമായി തോന്നാമെങ്കിലും ഈ യഹൂദന്മാരുടെ പള്ളിപ്രമാണിയായ ഈ യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീഴുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സിനഗോഗിൻ്റെ അധിപതിയായിരിക്കുവാനായിട്ട് അദ്ദേഹത്തെ ഇലക്ട് ചെയ്ത് അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഈ സിനഗോഗിൻ്റെ പള്ളിപ്രമാണിക്ക് പല ജോലികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, എല്ലാ ശനിയാഴ്ചയുമുള്ള ശബത്തിലെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുക. 2, അവരുടെ ആഴ്ചതോറുമുള്ള, ആഴ്ചയിൽ എല്ലാ ദിവസവുമുള്ള കുട്ടികൾക്കായിട്ടുള്ള സ്കൂള് നടത്തിക്കൊണ്ട് പോവുക. സിനഗോഗിൻ്റെ ഉത്തരവാദിത്വം, ആ കെട്ടിടത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കുക. ഇതൊക്കെ പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ ഉത്തരവാദിത്തങ്ങളായിരുന്നു. അതുകൂടാതെ പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദ മതത്തിലെ പ്രമാണിമാരായ ആളുകളുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു പോകേണ്ട ആവശ്യവും യായിറോസിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവരൊക്കെ യേശുവിനെതിരായിട്ട് യായിറോസിനെ മുന്നറിയിപ്പ് കൊടുത്തിരിക്കാം. നിങ്ങൾ അങ്ങനെയുള്ള ഈ യേശുവുമായിട്ടൊന്നും അധികം അടുക്കരുത് എന്നൊക്കെ പറഞ്ഞിരിക്കാം. കാരണം അങ്ങനെയാണ് ആ സാഹചര്യം അങ്ങനെയാണ് ആയിരിക്കുന്നത്. എങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ വളരെ ഒരു ഡെയറിങ് ആക്ട്, ധൈര്യത്തോടെ
തൻ്റെ സാഹചര്യങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, അവനെ നമസ്കരിച്ചു. ഹി വർഷിപ്ഡ് ദ ലോർഡ് ജീസസ്. അത് അവൻ്റെ ധൈര്യമാണ്. എന്ന് മാത്രമല്ല, അവൻ്റെ ആവശ്യം അങ്ങനെയായിരുന്നു. അവിടെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, 23-ാം വാക്യം, എൻ്റെ കുഞ്ഞുമകൾ വളരെ അത്യാസന്നതയിലായിരിക്കുന്നു, അവൾ സീരിയസ് ആയിട്ട് മരണക്കിടക്കയിലായിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ഇതാണ് സംഭവിച്ചത്. യായിറോസ് യേശുവിനോട് പറഞ്ഞു, യേശുവേ ഗുരു, എൻ്റെ മകൾ മരിക്കാൻ കിടക്കുകയാണ്, അവിടുന്ന് വന്ന് അവളുടെ മേൽ കൈവെക്കണമേ, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ ഈ ഒരു പിതാവിൻ്റെ സ്നേഹം നാം കാണുന്നു. അതുകൊണ്ടാണ് ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ഈ വിലക്കപ്പെട്ട ഗുരുവായ യേശുവിനെ പോയി കാണാൻ ഇയാൾ ചെന്നത്. അയാൾ യേശുവിൻ്റെ അടുത്തൊരു പ്രാർത്ഥന നടത്തുകയാണ്, ഗുരു, അവിടുന്ന് വന്ന് അവളുടെ മേൽ കൈവെക്കണമേ. ഒരു വലിയ വിശ്വാസവും ആശ്രയവും യേശുവിൻ്റെ മേൽ ഈ യായിറോസ് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, യേശുവിൻ്റെ കമ്പാഷൻ, മനസ്സലിവ് അവിടെ പ്രകടമാകുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? യേശുവിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? 24-ാം വാക്യം, അവൻ അവനോട് കൂടെ പോയി, വലിയ പുരുഷാരവും പിൻചെന്നു അവനെ തിക്കിക്കൊണ്ട്, എൻ്റെ വീട്ടിൽ വരണമേ, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു അയാളോട് കരുണ കാണിച്ചു. യേശുവിൻ്റെ കമ്പാഷൻ അവിടെ കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം നോക്കുക. ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിൻ്റെ അടുത്ത്, ഒരുപക്ഷെ ദൂരെ നിന്നാണ്, അപേക്ഷിച്ചു, എന്നോട് കരുണ തോന്നണമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. മർക്കോസ് 1-ാം അധ്യായം 41-ാം വാക്യം. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഇവിടെ നാം വായിക്കുന്നു യേശുവിൻ്റെ അവനോടുള്ള അനുകമ്പ, അവനോടുള്ള കമ്പാഷൻ, മനസ്സലിവ്. അത് നിമിത്തമാണ് അവനെ തൊടുവാൻ യേശു ഒരുമ്പെട്ടത്. 25-ഉം 26-ഉം വാക്യങ്ങൾ നോക്കുക. ഇങ്ങനെ യേശു ആൾക്കൂട്ടത്തോടൊരുമിച്ച് യായിറോസിൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അതിനിടയ്ക്ക് സംഭവിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇനി പറയുന്നത്. യായിറോസിൻ്റെ കാര്യം ഇനി ഒടുവിലാണ് വായിക്കുന്നത്. ഇനി നമ്മുടെ വിഷയം തുടരുകയാണ്. അതായത്, ഒരു സ്ത്രീ വന്ന്, അവൾ വല്ലാത്ത രോഗിയാണ്. 25-ഉം 26-ഉം വാക്യങ്ങൾ വായിച്ചാൽ, 12 സംവത്സരമായി രക്തസ്രവ രോഗമുള്ള, പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഈ സ്ത്രീയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവൾ യേശുവിൻ്റെ അടുത്ത് സഹായത്തിനായി, അവളും യായിറോസ് വന്നതുപോലെ റിസ്ക് എടുത്ത് ഒരു അഡ്വഞ്ചറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അഡ്വഞ്ചറസ് ആയിട്ടാണ് അവൾ വരുന്നത്. ഒരു വലിയ ഒരു ധൈര്യം എടുത്തുകൊണ്ട് അവൾ വരികയാണ്. കാരണം അവളുടെ രോഗം വളരെ പഴക്കം ചെന്ന, 12 വർഷം പഴക്കമുള്ള രക്തസ്രാവ രോഗമാണ്. വളരെ ചികിത്സിച്ചു. അവൾക്കുണ്ടായിരുന്ന പണം മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ടും അതിന് സൗഖ്യം കിട്ടിയില്ല. ഇപ്പോൾ സംഭവിച്ചത്, അവൾ വളരെ ദാരിദ്ര്യത്തിലായിപ്പോയി. അവളുടെ കയ്യിലുള്ള പണം മുഴുവനും ചികിത്സയ്ക്കായി ചെലവഴിച്ചു. ഇപ്പോൾ ദരിദ്രയായി പോവർട്ടിയിൽ ജീവിക്കുന്നു. ഇവിടെ മാനുഷികമായ പരിമിതികളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവൾ കഴിയുന്നതൊക്കെ ചെയ്തു. വൈദ്യന്മാരെ കണ്ടു, ചികിത്സിച്ചു. പക്ഷേ മാനുഷികമായ പരിമിതികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ രക്തസ്രാവ രോഗം ഒരുതരം ആർത്തവ സംബന്ധമായ ഒരു രോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നത്, അവർ റിച്വലി അൺക്ലീൻ ആണ്. മതപരമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള സ്ത്രീകൾ അശുദ്ധരാണ്. കുഷ്ഠരോഗികൾ അശുദ്ധരാണ് എന്ന് പറയുന്നുവല്ലോ. അതുപോലെ പൊതുജനത്തിൻ്റെ നടുക്ക് ചെല്ലുവാനോ അവരുമായി ഇടപഴകാനോ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് അനുവാദമില്ല എന്ന് കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകം 15-ാം അധ്യായം 25-ാം വാക്യം നോക്കുക. ലെവിറ്റിക്കസ് 15:25. ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ രക്തസ്രവം ഏറിയ ദിവസം ഉണ്ടാകുകയോ ഋതുകാലം കഴിഞ്ഞ് സ്രവിക്കുകയോ ചെയ്താൽ അവളുടെ അശുദ്ധിയുടെ സ്രവകാലമൊക്കെയും ഋതുകാലം പോലെ ഇരിക്കണം, അവൾ അശുദ്ധയായിരിക്കണം. ഇതാണ് അതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഈ സ്ത്രീയെ സംബന്ധിച്ച് സമൂഹം അവളെ അശുദ്ധ എന്ന് വിധി എഴുതിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവൾ വളരെ പരവശയായി, ഞാൻ എങ്ങനെ ഇനി ഇങ്ങനെ മുമ്പോട്ട് ജീവിക്കും? എനിക്ക് സമൂഹത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല. ആളുകൾ എന്നെ അശുദ്ധ എന്ന് ഒരു കുഷ്ഠരോഗിയെപ്പോലെയാണ് കരുതുന്നത്.
ഇവിടെ യേശുവിൻ്റെ അടുത്ത് അവൾ വന്നു. അത് വല്ലാത്ത ഒരു ധൈര്യം സംഭരിച്ചാണ് വന്നതെന്ന് പറയാൻ സാധിക്കും. കാരണം യേശുവിൻ്റെ അടുത്ത് വന്നാൽ അതിനൊരു ഭയം അവളുടെ മനസ്സിലുണ്ട്. ഞാൻ ചെന്ന് ഈ റബ്ബിയുടെ അടുത്ത് ചെന്ന് എൻ്റെ അശുദ്ധിയെക്കുറിച്ചെങ്ങാനും അറിയുകയോ അദ്ദേഹത്തിനും എൻ്റെ നിമിത്തം അശുദ്ധി ഉണ്ടാകുകയോ ഒക്കെ ചെയ്താൽ അത് എന്തൊരു സംഭവമാകും. അത് വല്ലാത്തൊരു പ്രയാസമാണ്. എങ്കിലും ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടും അവൾ ധൈര്യം സംഭരിച്ച് തൻ്റെ ആവശ്യം വളരെ കഠിനമായതുകൊണ്ട്, താൻ വളരെ പരവശയായിരുന്നു, താൻ ദരിദ്രയായി മാറി, അങ്ങനെ ഒരവസരത്തിൽ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവൾ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് യേശുവിൻ്റെ ഇടയ്ക്ക്, ആൾക്കൂട്ടത്തിനിടയ്ക്ക് കയറി ചെന്നു. നമുക്ക് ആ സംഭവം അറിയാം. അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു, തൊങ്ങലിൽ തൊട്ടു. അവൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്ങാനും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ സൗഖ്യമാകും. 28-ാം വാക്യം, ഞാൻ രക്ഷപ്പെടും, എൻ്റെ അവസ്ഥ മാറും എന്നൊരു വലിയ പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സ്ത്രീയെ യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. നമുക്ക് നോക്കാം. ഈ സ്ത്രീ യേശുവിനെ അപ്രോച്ച് ചെയ്യാൻ, അടുത്ത് ചെല്ലുവാൻ ഒരു ധൈര്യം കാണിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മിൽ ആരും യേശുവിൽ നിന്ന് ദൂരെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. യേശുവിൻ്റെ അടുത്ത് ആർക്കും കടന്നിയല്ല. ഹി ഈസ് ഹൈലി അപ്രോച്ചബിൾ. ആർക്കും യേശുവിൻ്റെ അടുത്ത് എന്ന് തങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൻ്റെ സഹായം തേടാവുന്നതാണ്. ഇവിടെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ, അവൾ വിശ്വാസത്താൽ യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. അത് വിശ്വാസത്തിൻ്റെ ഒരു സ്പർശനമായിരുന്നു. എ ടച്ച് ഓഫ് ഫെയ്ത്ത് എന്നതിനെ വിളിക്കാം. എന്തു സംഭവിച്ചു? ഉടനെ തന്നെ 12 വർഷമായി സൗഖ്യമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന, അവൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആ രോഗത്തിൻ്റെ പ്രയാസം മാറി. അവൾ സൗഖ്യമായതായി അവളുടെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞു. അത് വളരെ പ്രകടമായ, അവളെ സംബന്ധിച്ച് ഒരു സൗഖ്യമായിരുന്നു. ഇറ്റ് വാസ് ആൻ ഇമ്മീഡിയറ്റ് ഹീലിംഗ്. വളരെ വലിയ വിശ്വാസമാണ് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ആ സ്ത്രീക്ക് മാത്രം ഉണ്ടായാൽ പോരാ, എനിക്കും നിങ്ങൾക്കും, നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള വിശ്വാസമുള്ളവരായി നാം കർത്താവിനെ മുറുകെ പിടിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. അതിനുശേഷം എന്ത് സംഭവിച്ചു? 30-ാം വാക്യം, ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ്, എൻ്റെ വസ്ത്രം തൊട്ടത് ആര് എന്ന് ചോദിച്ചു. നമുക്ക് ആ സംഭവം അറിയാം. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിന്നെ വളരെ ആളുകൾ തിക്കിത്തിരക്കുകയാണ്, എല്ലാവരും നിന്റെ വസ്ത്രത്തിൽ തൊടുന്നുണ്ട്, പിന്നെ എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആരെന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നു? എന്നാൽ യേശു തിരിഞ്ഞ് ഇത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. 33-ാം വാക്യം, സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവളുടെ ആ സത്യസന്ധത, അത് അപമാനകരമായ കാര്യമാണ്. താൻ അശുദ്ധയായിട്ടും ഈ ആൾക്കൂട്ടത്തിൽ കയറി വന്നു. അവൾ അത് യേശുവിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. ടെൽ ദ ട്രൂത്ത് ടു ഗാഡ്. യേശുവിൻ്റെ അടുത്ത് നിങ്ങളുടെ അവസ്ഥ കർത്താവിനോട് തുറന്ന് സംസാരിക്കുക. യേശു നിങ്ങളോട് കോപിക്കുകയില്ല, അവൻ നിങ്ങളോട് വിരോധം കാണിക്കുകയില്ല, നിങ്ങളെ ആട്ടി ഓടിക്കുകയില്ല. യേശു അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിനക്ക് സൗഖ്യം വരുത്തി. യുവർ ഫെയ്ത്ത് ഹാസ് ഡൺ ഇറ്റ്. എന്നാൽ അവളുടെ വിശ്വാസം വെറും വിശ്വാസമായിരുന്നില്ല, അത് പ്രവൃത്തികളോട് കൂടിയ ഒരു വിശ്വാസമായിരുന്നു. ഹെർ ഫെയ്ത്ത് അലോങ് വിത്ത് ഹെർ ആക്ഷൻ. അവൾ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു. അവൾ ധൈര്യപ്പെട്ട് യേശുവിനെ സ്പർശിച്ചു. അവൾക്ക് സൗഖ്യം കിട്ടി. ഈ സ്ത്രീ നമുക്കൊരു നല്ല മാതൃകയായി നിൽക്കുന്നു. അവളുടെ വിശ്വാസം നമുക്കും അനുകരിക്കാം. കർത്താവിൻ്റെ അടുത്ത്, യേശുവിൻ്റെ അടുത്ത് നമുക്ക് അടുത്തിയെല്ലാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥ എത്ര പ്രയാസമുള്ളതാണെങ്കിലും ഈ സ്ത്രീയെപ്പോലെ നിങ്ങൾ രോഗത്താലോ ഭാരത്താലോ കടഭാരത്താലോ ഒക്കെ വളരെ പരവശരായിരിക്കുന്ന ആളുകളാകാം. ഭയവും ഭീതിയും നാളെക്കുറിച്ചുള്ള ഭാരങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുത്ത് എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും, നിങ്ങൾക്ക് വിടുതലുണ്ടാകും. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. ആ സ്ത്രീയോട് യേശു കരുണ കാണിച്ചു. അവൾക്ക് ഉടനെ സൗഖ്യം കിട്ടി. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇന്ന് ചിന്തിക്കുന്ന രണ്ടാം ഭാഗം, യായിറോസിൻ്റെ വീട്ടിൽ യേശു ചെല്ലുന്നതും യേശു ആ യായിറോസിൻ്റെ മകളെ, മരിച്ചുപോയ മകളെ വീണ്ടും ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കാര്യവുമാണ്. മർക്കോസ് 5-ാം അധ്യായം 35 മുതൽ 43 വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാം. എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, നമുക്കും ആ സംഭവം അറിയാമല്ലോ. 35-36 വാക്യങ്ങളിൽ
ഈ യായിറോസ് വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ, ഒരു ക്രൈസിസിൽ വന്നിരിക്കുകയാണ്. 35, 36 വാക്യങ്ങൾ. ആ ക്രൈസിസ് അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുകയാണ് 35-ാം വാക്യത്തിൽ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് യേശുവും ശിഷ്യന്മാരും യായിറോസും എല്ലാം കൂടെ തൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രതിസന്ധിയുടെ പരമകാഷ്ഠ എന്ന് പറയുന്നത്. മകൾ മരിച്ചുപോയി എന്നുള്ള വിവരം കിട്ടി. എന്തൊരു സങ്കടമാണ് അദ്ദേഹത്തിനുണ്ടായത്. മകളോടുള്ള സ്നേഹനിമിത്തമാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് വളരെ വില കൊടുത്ത് താൻ വന്ന് ഒരു പള്ളിപ്രമാണിയായ സിനഗോഗിൻ്റെ ഒഫീഷ്യലായ താൻ കടന്നു വന്ന് സംസാരിക്കാൻ വിലക്കപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് അതിനുവേണ്ടിയാണ്. പക്ഷേ ആ മകൾ ഇപ്പോൾ മരിച്ചുപോയി. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരാം. ഈ മനുഷ്യനാകെ കൺഫ്യൂസ്ഡായി, താനാകെ വല്ലാത്ത ഒരു പതനത്തിൽ വന്നു. തനിക്ക് ഭയമുണ്ട്, എന്ത് സംഭവിക്കും. അതുപോലെ തൻ്റെ പ്രത്യാശയും നഷ്ടപ്പെട്ടു. തൻ്റെ മകൾ മരിച്ചുപോയി, ഇനിയും അവളെ ജീവനോടെ ലഭിക്കുന്ന പ്രശ്നമില്ല. മകൾ ജീവനോടിരിക്കുമ്പോൾ യേശു വന്നിരുന്നെങ്കിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോയി വിളിച്ചത്. എന്നാൽ ഇപ്പോൾ മകൾ മരിച്ചുപോയി. എന്നാൽ യേശു ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നത് നോക്കുക. 36-ാം വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ, അതായത് മരിച്ചുപോയി എന്ന് പറഞ്ഞ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, യായിറോസിനോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ഇവിടെ യായിറോസിനെ യേശു തൻ്റെ വാക്കുകളാൽ അവനെ ആശ്വസിപ്പിച്ചു. നീ ഭയപ്പെടേണ്ട, പ്രതീക്ഷയുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി. 37-ാം വാക്യം നോക്കുക. യേശു മറ്റ് ശിഷ്യന്മാരെയൊക്കെ വെളിയിൽ നിർത്തിയിട്ട് 3 പേരെ, തൻ്റെ ഇന്നർ സർക്കിൾ, തൻ്റെ ഏറ്റവും അധികം താൻ അടുത്ത് പ്രവർത്തിക്കുന്ന, തനിക്ക് വിശ്വാസമുള്ള 3 പേരെ, പത്രോസ്, പിന്നെ യാക്കോബ് തൻ്റെ സഹോദരൻ യോഹന്നാൻ, ഇങ്ങനെ 3 പേരെ മാത്രമേ യേശു ആ വീട്ടിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോയുള്ളൂ. അത് യേശുവിൻ്റെ ഒരു ജ്ഞാനമാണ്. അവിടെ അങ്ങനെയാണ് യേശുവിന് തോന്നിയത്, അങ്ങനെയാണ് യേശു ചെയ്തത്. യേശുവിൻ്റെ ജീവിതത്തിൽ ജ്ഞാനത്തോടെ പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും കൂട്ടുവാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. വിശ്വാസമുള്ളവരെയും കൂടെ നിൽക്കുന്നവരെയുമാണ് പലപ്പോഴും നാം കൂടെ കൂട്ടുന്നത്. അവിടെ ചെന്നപ്പോൾ 38-ാം വാക്യം. അവിടെ ധാരാളം സ്ത്രീകളൊക്കെ വിലപിക്കുന്ന ആളുകൾ ഇരുന്ന് ഒച്ചത്തിൽ വിലപിക്കുന്നു. അത് യഹൂദ കുടുംബങ്ങളിൽ, ആ നാട്ടിൽ ഉള്ള ഒരു രീതിയാണ്, അത് കസ്റ്റമറിയാണ്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. മരണ വീടുകളിൽ വലിയ വിലാപം, ഉച്ചത്തിൽ നിലവിളിയും വിലാപവും ഒക്കെ ഉണ്ട്. അതിന് ഈ പതിവായി കൂലിക്ക് ആളുകളെ വിളിച്ച് വിലാപം കഴിക്കുന്ന രീതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ അവിടെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ പള്ളിപ്രമാണിയുടെ വീട്ടിൽ മകൾ മരിച്ചപ്പോൾ അവരെല്ലാം വന്ന് വളരെ സങ്കടത്തോടെ ഇങ്ങനെ മാറത്തടിച്ച് നിലവിളിച്ച് കരയുകയാണ്. ആ കൂട്ടത്തിൽ അങ്ങനെ ഇരുന്നപ്പോൾ യേശുവും അങ്ങോട്ട് കയറി ചെന്നു. 39, 40 വാക്യങ്ങൾ. യേശു അകത്ത് കടന്നു. നിങ്ങളുടെ ആരവവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. യേശുവിന് അവിടെ പരിഹാസം ലഭിച്ചു. കുട്ടി ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ കൂകി ചിരിച്ചു. അവരൊച്ചയുണ്ടാക്കി. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? മരിച്ച കുട്ടിയെക്കുറിച്ച് അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുകയില്ല. എന്നാൽ യേശു എന്ത് ചെയ്തു? 40-ാം വചനം. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ഇവിടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും വാക്കുകളും നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പരിഹാസികളെയൊക്കെയും യേശു പുറത്താക്കി. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. പരിഹാസികളെ ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പുറത്താക്കി കളയും. ഇവിടെ പരിഹസിക്കുന്നവരെയൊക്കെയും അവരെ പുറത്താക്കിയിട്ട്, കാരണം അവർക്ക് ദൈവത്തിൻ്റെ പദ്ധതിയെ കാണുവാൻ കഴിയുന്നില്ല. ദൈവികമായ ഒരു പെർസ്പെക്റ്റീവ്, ഒരു കാഴ്ചപ്പാട് അവർക്കില്ല. ക്രിസ്തുവിനെ അവർ റിജക്റ്റ് ചെയ്യുന്നു, പുറന്തള്ളുന്നു. ഈ കാലത്തും അങ്ങനെയാണ്. ഈ കുട്ടിയെക്കുറിച്ച് യേശു പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്. അവളുടെ ഈ മരണം താൽക്കാലികമാണ്, അത് പെർമനൻ്റ് അല്ല, സ്ഥിരമല്ല. ദൈവമക്കളെ, മരണത്തിന് ശേഷം നമുക്കൊരു ജീവനുണ്ട്, ഒരു ജീവിതമുണ്ട്. ആ കാര്യം നമുക്ക് ഉറപ്പായിരിക്കണം. തെസ്സലോനിക്കരുടെ പുസ്തകം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13, 14 വാക്യങ്ങൾ നോക്കാം. 1 Thessalonians 4:13 and 14. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ഇതാണ് ദൈവമക്കൾക്കുള്ള പ്രത്യാശ. മരണത്തോടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. അതിനുശേഷം നമുക്ക് ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറത്തേക്കുള്ളൊരു പ്രത്യാശ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. 41 വാക്യം, ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ തലീഥ ഖൂമി എന്ന് അവളോട് പറഞ്ഞു. അവളുടെ കയ്യിൽ പിടിച്ചു, അവളോട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, ബാലെ എഴുന്നേൽക്കുക. ഇന്നും യേശു ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നവനാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യേശു ഈ വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അവസ്ഥ മാറട്ടെ, നീ ജീവനോടെ എഴുന്നേറ്റ് വരിക, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഇതൊക്കെ യേശു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ കുട്ടിയോട് സംസാരിച്ചു. അത് അരാമ്യ ഭാഷയിലാണ് യേശു അന്ന് സംസാരിച്ചത്. കാരണം ആ നാട്ടിലൊക്കെയും അന്ന് അരാമ്യ ഭാഷയാണ് പൊതുവെ ആളുകൾ സംസാരിക്കുന്നത്. എന്നാൽ ശിഷ്യന്മാരും ഒക്കെ അവർ ഗ്രീക്ക് ഭാഷയും അതോടൊപ്പം അവരുടെ മാതൃഭാഷയായ ഹെബ്രായ ഭാഷയും അവർ സംസാരിക്കുമായിരുന്നു. ഇവിടെ യേശു അവിടുത്തെ പൊതുജനങ്ങൾ സംസാരിക്കുന്ന അരാമ്യ ഭാഷയിലാണ് പറഞ്ഞത്, തലീഥ ഖൂമി, ബാലെ എഴുന്നേൽക്കുക. വിശ്വാസത്തിൻ്റെ വാക്കുകൾ യേശു സംസാരിച്ചു. പ്രിയമുള്ളവരെ, നാമും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാകണം. എപ്പോഴും അയ്യോ കഷ്ടം, അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്തൊരവസ്ഥയാണിത്, ഇനി എന്ത് ചെയ്യും എന്നൊന്നും നാം പറഞ്ഞ് അങ്ങനെ ശീലിക്കരുത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം മതിയായവനാണ്, കർത്താവ് മതിയായവനാണ് എന്നുള്ള പോസിറ്റീവായിരിക്കുന്ന വാക്കുകൾ നാം പറയേണ്ടത് ആവശ്യമാണ്. 41-42 വാക്യങ്ങളിൽ യേശു മരണത്തെ ജയിക്കുന്നവനാണ്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് എന്ന് കാണാൻ സാധിക്കും. ബാല ഉടനെ എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. യേശു ഒരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. മരിച്ചുപോയ ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് വളരെ കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു. ഒരു വലിയ അത്ഭുത പ്രവൃത്തി യേശു അവിടെ ചെയ്തു. യേശുവിൻ്റെ ആ അത്ഭുതത്തിൽ ഒരു വലിയ അത്ഭുത പ്രവൃത്തിയും ഒരു വലിയ കരുണയും അഥവാ മനസ്സലിവും ചേർന്ന് അവിടെ കാണും. അവരെ സഹായിക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ കരുണയും പ്രവർത്തിച്ചു. ഇത് നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെയും അത് പഠിച്ചു. യേശു ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി, അവൻ്റെ ഭൂതങ്ങളെ പുറത്താക്കി. അവിടെ യേശുവിൻ്റെ മനസ്സലിവാണ് നാം കണ്ടത്. അതിനുശേഷം രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് യേശു സൗഖ്യം കൊടുത്തു. അതും യേശുവിൻ്റെ കരുണയാണ് അത് നടത്താൻ കാരണമായത്. ഇപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരു ശവശരീരത്തോട് യേശു ആ കുഞ്ഞിനോട് കരുണ കാണിച്ചു, അവളെയും സൗഖ്യമാക്കി. ഈ 3 കാര്യങ്ങൾ എടുത്താലും ഇവർ 3 അശുദ്ധരാണ്, സമൂഹത്തിന് വെളിയിലുള്ളവരാണ്, ആളുകൾ അംഗീകരിക്കുന്നവരല്ല. ശവശരീരം തൊട്ടാൽ അശുദ്ധരാകും എന്നാണ് യഹൂദന്മാരുടെ അന്നത്തെ നിയമം. ഈ രക്തസ്രാവക്കാരി സ്ത്രീയും അതുപോലെ ഈ ഭൂതഗ്രസ്തനും ഇവരൊക്കെയും അശുദ്ധരായി പരിഗണിക്കപ്പെട്ടവരാണ്. യേശു അവരോടൊക്കെ മനസ്സലിവും കരുണയും കാണിച്ചു, അവരെ സൗഖ്യമാക്കി. അതുമാത്രമല്ല, ആ കുഞ്ഞിന് വല്ലതും ഭക്ഷിക്കാൻ കൊടുക്കണം. ഈ അത്ഭുതം ആൾക്കൂട്ടമെല്ലാം നടക്കുകയാണ്. അതിനിടയ്ക്ക് ഈ കുഞ്ഞ് വിശന്നിരിക്കരുത്, അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. എ കെയറിങ് ക്രൈസ്റ്റ്, അതാണ് നാം അവിടെ കാണുന്നത്. കരുതുന്ന ഒരു ക്രിസ്തുവിനെ അവിടെ കാണാൻ സാധിക്കും. നമുക്കും അത് ക്രിസ്തുവിൽ നിന്ന് പഠിക്കാം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനും ദൈവം നമ്മെ ശക്തരാക്കി മുമ്പോട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇനി 3-ാമത്തെ വിഷയത്തിലേക്ക് വരാം. യേശുവിനെ നസ്രത്തിൽ ആളുകൾ റിജക്റ്റ് ചെയ്യുന്നു, യേശുവിനെ തിരസ്കരിക്കുന്നു. അതാണ് 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. മാർക്ക് 6 വേഴ്സസ് 1-6. തൻ്റെ സ്വന്തം ഗ്രാമമായ, തൻ്റെ സ്വന്തം പട്ടണമായ നസ്രയത്തിലേക്ക് യേശു ചെല്ലുന്നു. ഇപ്പോൾ യേശു ഇരുന്നത്, ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തത് കഫർന്നഹൂമിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമാണ്. ഗലീല കടലിൻ്റെ വടക്കേ അറ്റത്തുള്ള കഫർന്നഹൂമിലായിരുന്നു യേശു. അവിടെ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചാണ് യേശു നസ്രയത്തിലെത്തിയത്. കഫർന്നഹൂമിനും മധ്യധരണ്യാഴി മെഡിറ്ററേനിയൻ കടലിനും ഏതാണ്ട് അതിൻ്റെ നടുക്കു ഭാഗത്തായിട്ടാണ്
ഈ നസറേത്ത് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ ഉദ്ദേശം 40 കിലോമീറ്റർ ദൂരം അത് കാണിക്കുന്നുണ്ട്. യേശു നസറേത്തിൽ ചെന്നപ്പോൾ, തൻ്റെ ഗ്രാമത്തിൽ ചെന്നപ്പോൾ, അവിടെ ശിഷ്യന്മാരെ തന്നെ അനുഗമിച്ചു. 2-ാം വാക്യം, ശബ്ബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിക്കാൻ തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത് എന്ന് അത്ഭുതത്തോടെ സംസാരിച്ചു. എന്ന് മാത്രമല്ല, യേശുവിനെ അവർ ഡിസ്പൈസ് ചെയ്യുന്നു, യേശുവിനെ നിന്ദിക്കുന്നു എന്നും കൂടെ, അവനെ റിജക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. 3-ാം വാക്യം നോക്കുക. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. അവർക്ക് വലിയ ഇടർച്ചയായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ അവർ ആ നാട്ടിൽ ജനിച്ചു വളർന്നു വന്ന ഒരു മകനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവൻ ആശാരിപ്പണി ചെയ്യുന്ന ഒരുവനാണ്, ഒരു കാർപ്പൻ്ററാണ്. അവനൊരു പണിക്കാരനാണ്, ജോലി ചെയ്യുന്ന ഒരു സാധാരണ കോമൺ ലേബററാണ്. തങ്ങളുടെയൊക്കെ പ്രായമുള്ള, തങ്ങളുടെ സൊസൈറ്റിയിൽ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവന് ഈ അധികാരം എവിടെ നിന്ന് കിട്ടി? ആ അധികാരത്തെ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ യേശുവിനെ നിന്ദിച്ചത്, ഡിസ്പൈസ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലായ്പ്പോഴും നമ്മെ ബഹുമാനിക്കണം എന്നില്ല. നിങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു, നിങ്ങൾ ഒരു സുവിശേഷം അറിയിക്കുന്നയാളോ എന്തെങ്കിലും ഒരു ആത്മീയ പ്രവൃത്തി ചെയ്യുന്നയാളായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു എന്ന് വരികയില്ല. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ദൈവികമായ പ്രവൃത്തി നിങ്ങൾ നിർത്തിക്കളയരുത്, അതിനെ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ വേല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ യേശുവിനെ തൻ്റെ നാട്ടുകാർ നിന്ദിച്ചു, അപമാനിച്ചു. എങ്കിലും യേശു തൻ്റെ പ്രവൃത്തി മുമ്പോട്ട് തുടർന്നുകൊണ്ടുപോയി. യേശു പറഞ്ഞു, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിനുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സങ്കടകരമായൊരു കാര്യം 5ഉം 6ഉം വാക്യങ്ങളിൽ അവിടെ കാണുന്നു. ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ തനിക്ക് കഴിഞ്ഞില്ല. ഇവരുടെ അവിശ്വാസമാണ് കാരണം എന്ന് കാണാൻ സാധിക്കും. യേശുവിന് അവരുടെ അത്ഭുതം ചെയ്യാമായിരുന്നു, എങ്കിലും ഇവിടെ അത്ഭുതം ഒന്നും ചെയ്യണ്ട എന്ന് യേശു തീരുമാനിക്കുകയാണ് ചെയ്തത്. യേശുവിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, യേശു ദൈവമാണ്. ദൈവത്തിന് എന്തും കഴിവുണ്ട്, എന്തും ചെയ്യാൻ പറ്റും. കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഹി ചോസ് നോട്ട് ടു ഡു മിറക്കിൾസ് എന്നാണ് നാം എടുക്കേണ്ടത്. അവിടെ മിറക്കിൾസ് ഒന്നും ചെയ്യണ്ട എന്ന് യേശു തീരുമാനിച്ചു. ദൈവം യേശുവിന് നൽകിയ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തു. ഈ ജനങ്ങളുടെ അവിശ്വാസവും അവരുടെ അഹങ്കാരവും ഒക്കെ യേശുവിന് മനസ്സിലായി. അവർ തന്നെ സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലായി. അവരുടെ അവിശ്വാസത്തിൽ അവന് അത്ഭുതം തോന്നി. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് യേശു പ്രസംഗിച്ചുകൊണ്ട് കടന്നുപോയി എന്ന് കാണാൻ സാധിക്കും. നോക്കുക, യെശയ്യാവിൻ്റെ പുസ്തകം 59-ാം അധ്യായം. ദൈവം തന്നെ അത്ഭുതപ്പെടുന്ന, ആശ്ചര്യപ്പെടുന്ന ഒരു വചനം അവിടെയുണ്ട്. ആരുമില്ല, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ല എന്ന് അവൻ കണ്ട് ആരുമില്ലായകയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി, അവൻ്റെ നീതി അവനെ താങ്ങി. ദൈവം നോക്കിയപ്പോൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പക്ഷപാതം കഴിച്ച് പ്രാർത്ഥിക്കുവാൻ ആരുമില്ല എന്ന് കണ്ടപ്പോൾ ദൈവത്തിന് ആശ്ചര്യം തോന്നി. ഇവിടെ യേശുവും അവരുടെ അവിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ഉള്ള വിശ്വാസം നാം തള്ളിക്കളയരുത്. അവിശ്വാസത്താൽ നാം പ്രവർത്തിക്കരുത്, സംസാരിക്കരുത് എന്നാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. നമ്മുടെ വിശ്വാസത്തെ വീണ്ടും ഉറപ്പിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തണമേ. വിശ്വാസത്തിൻ്റെ വാക്കുകളും അതോടൊപ്പം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ നീ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം ചില ആത്മീയ സത്യങ്ങൾ നാം ദൈവവചനത്തിൽ നിന്നും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കുറേ സംഭവങ്ങൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ ബുദ്ധിയിൽ ഗ്രഹിച്ചു എന്നുള്ളതല്ല ആത്യന്തികമായിട്ടും നാം ചെയ്യേണ്ടത്. മറിച്ച് ദൈവികമായ ചില ആത്മീയ സത്യങ്ങൾ, നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഉതകുന്ന ചില ആത്മീയ സത്യങ്ങൾ നാം ഉൾക്കൊള്ളുകയാണ് ഈ ക്ലാസ്സുകളിൽ നിന്ന് നാം ചെയ്യേണ്ടത്. ഇവിടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനും വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വയ്ക്കാനും പ്രവർത്തിക്കാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
ആ കാര്യത്തിൽ നാം ബലഹീനരാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എന്നെ ബലപ്പെടുത്തണമേ, എന്നെ സഹായിക്കണമേ. നമുക്ക് 4-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു പോകാം. 6-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും വേണ്ടി അയക്കുന്ന ഭാഗമാണ് ഇത്. ഡിസൈപ്പിൾസ് were sent to preach and also to heal and to do miracles. 7-ാം വാക്യം നോക്കുക. ഈരണ്ടീരണ്ടായിട്ട് 2 പേരെ വീതം അങ്ങനെയുള്ള ചെറിയ ഗ്രൂപ്പുകളായി യേശു തൻ്റെ ശിഷ്യന്മാരെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? 12 പേരെ അടുക്കൽ വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. നിങ്ങൾ പോകുന്ന ഇടത്തൊക്കെ ദുരാത്മാക്കളെ ശാസിച്ച് അതിനെ തുരത്തുക, അതിനെ വെളിയിലാക്കുക. നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. അതൊക്കെ അവർ ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇവരെ 2 പേരായിട്ട് അയക്കുന്നതിൻ്റെ കാരണം ബൈബിൾ പറയുന്നു, തിരുവെഴുത്ത് പറയുന്നു, 2 are better than 1. ഒരാളിനേക്കാളും 2 ഏറെ നല്ലത്. അവർക്ക് അന്യോന്യം പ്രോത്സാഹിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും, അതുപോലെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകൾ ഇവരെ തള്ളിക്കളയുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കുവാനും ഉള്ള ധൈര്യം ഉണ്ടാകാനും ഒക്കെ 2 പേരാണെങ്കിൽ നല്ലതാണ്. കർത്താവ് ഈ ടീം വർക്കിനെ, ഒരുമിച്ച് ടീമായി ഗ്രൂപ്പായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ യേശു പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ചെയ്യുന്ന വേല നാം ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കാതെ ഒരാളെയും കൂടെ കൂട്ടി, സഹോദരങ്ങളെ സഹോദരിമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവുകയും സുവിശേഷം അറിയിക്കുന്ന കാര്യമാകട്ടെ, വീടുകൾ സന്ദർശിക്കുന്ന കാര്യമാകട്ടെ, ഈരണ്ടായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതിനൊരു ഫലമുണ്ട്. 8ഉം 9ഉം വാക്യങ്ങൾ നോക്കുക. നിങ്ങൾ ചില കാര്യങ്ങൾ എടുക്കരുത്, ചില കാര്യങ്ങൾ എടുക്കാം. നിങ്ങളുടെ ഈ യാത്രയിൽ, ഈ സുവിശേഷ ദൗത്യത്തിൽ പോകുമ്പോൾ നിങ്ങൾ പണസഞ്ചി എടുക്കരുത്, നിങ്ങൾ പണം എടുക്കരുത്, വഴിയിലേക്കുള്ള ഭക്ഷണമൊന്നും കരുതരുത്, 2 വസ്ത്രങ്ങളും എടുക്കരുത് എന്നുള്ള കാര്യം യേശു വരെ വിലക്കി. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് കയ്യിൽ ഒരു വടി എടുക്കാം, ഒരു സ്റ്റാഫ് എടുക്കാം, ചെരുപ്പ് ഇടാൻ അനുവാദമുണ്ട്, 1 വസ്ത്രം നിങ്ങൾക്ക് കൊണ്ടുപോകാം, 1 വസ്ത്രം മതി. ഇതിൻ്റെ എന്താണ് സാരാംശം? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് നിങ്ങൾ പുറപ്പെടണം. ഇനി ക്രമീകരണമൊക്കെ നടത്തി എല്ലാം പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരാനൊന്നും സമയമില്ല. നിങ്ങൾ ഉടനെ പോകണം. അർജൻറ്റ് മിനിസ്ട്രി ആയിരുന്നു, അർജൻറ്റ് മിഷനായിരുന്നു. അതിന് തയ്യാറെടുപ്പും ഒന്നുമില്ല, നിങ്ങളങ്ങ് പോയാൽ മതി. 2ാമത്തെ കാര്യം, ദൈവത്തിൽ ആശ്രയിക്കാൻ അവരെ യേശു പഠിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിൻ്റെ കരുതലിൽ നിങ്ങൾ ആശ്രയിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പണവും ആ സമ്പാദ്യമൊന്നും എടുത്തല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പോയാൽ മതി, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നാണ് യേശു അവരോട് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വേലയ്ക്കായി നാം മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കി സെറ്റിൽ ചെയ്ത് അതിൻ്റെ റിസോഴ്സസും പണവും എല്ലാം ശരിയാക്കിയിട്ട് ആർക്കും കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. നമുക്ക് മിഷണറിമാരെ അറിയാം, വടക്കേ ഇന്ത്യയിലും മറ്റനേക ഇടങ്ങളിലും സുവിശേഷ വേല അറിയിക്കുന്ന, വേല ചെയ്യുന്ന ദൈവദാസന്മാരും കുടുംബങ്ങളും ഒക്കെയും എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് കുറേ കാലം താമസിക്കാനുള്ള പണവും എല്ലാം ഒരുക്കിയൊന്നുമല്ല പോകുന്നത്. അവർ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം അവരെ സഹായിക്കുന്നു, അവരോട് കൂടെ ഇരുന്ന് ദൈവം അവർക്ക് വേണ്ടത് നൽകി അവരെ പരിപാലിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. 10ാം വാക്യം, നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർക്കുവിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളയുവിൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. അവർ യേശു പറഞ്ഞതനുസരിച്ച് പുറപ്പെട്ടു പോയപ്പോൾ വലിയ റിസൾട്ട് ഉണ്ടായി. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, മാനസാന്തരത്തിൻ്റെ പ്രസംഗം അവർ പ്രസംഗിച്ചു. അവർ സന്തോഷത്തോടെ പോയിട്ട് മടങ്ങി വന്നു. ഇവിടെ 11ാം വാക്യം നോക്കുക. അവിടെ പറഞ്ഞു, നിങ്ങളുടെ കാലിലെ പൊടി നിങ്ങളെ തള്ളിക്കളയുന്നവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളയുവിൻ എന്ന് പറഞ്ഞു. അത് ആ കാലത്ത്
യഹൂദന്മാർ ചെയ്തു വന്ന ഒരു രീതിയാണ്. അതിനെക്കുറിച്ചാണ് അത് സംബന്ധിച്ചാണ് യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഭക്തരായ യഹൂദന്മാർ മറ്റ് വിജാതിരായ ആളുകളുടെ സ്ഥലത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരുടെ ഏരിയയിൽ യഹൂദന്മാർ താമസിക്കുന്ന ദേശം വിട്ട് ശമരിയയിലോ മറ്റ് പുറജാതികൾ താമസിക്കുന്ന സ്ഥലത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടം വിട്ട് അവർ വീണ്ടും അവരുടെ സ്വന്തം ദേശത്തേക്ക് വരുമ്പോൾ അവർ തങ്ങളുടെ കാലിലെ പൊടി, ചെരുപ്പിലെ പൊടിയൊക്കെയും അവിടെ തട്ടിക്കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അവരുടെ സെപ്പറേഷൻ അഥവാ വേർപാട് സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾ വിജാതിയരുടെ ദേശത്തൂടെ കടന്നുപോയി, അവരുടെ കാലിലെ അവരുടെ പൊടിയൊക്കെ ഞങ്ങളുടെ കാലിൽ പറ്റി, പക്ഷേ ഇതാ ഞങ്ങൾ ഈ ദേശം വിട്ട് പോകുമ്പോൾ ആ പൊടിയൊക്കെ അവിടെ തട്ടിക്കളയുന്നു. ഞങ്ങൾക്ക് വിജാതിയരുടെ രീതികളുമായും വിഗ്രഹാരാധനയുമായിട്ടും ഒന്നും യാതൊരു ബന്ധവുമില്ല. വി ആർ സെപ്പറേറ്റ്, വി ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ്. ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ജീവിത മാർഗവും മൂല്യങ്ങളും ആരാധനാ രീതിയും ഒക്കെയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ആ ദേശത്തെ മണ്ണ് പോലും ഞങ്ങളുടെ കാലിലിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് തട്ടിക്കളഞ്ഞ് പോവുകയായിരുന്നു അവരുടെ രീതി. യേശു ഇവരോട് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി അവിടെ തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ പോവുക. കാരണം ഈ ജനങ്ങൾ നിങ്ങളുടെ വചനങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഇനി ഉത്തരവാദിത്വം ഈ കേട്ടവർക്കാണ്. സുവിശേഷത്തെ തള്ളിക്കളയുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ട്, ഇന്നുമുണ്ട്. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം അവർ തള്ളിക്കളയുമോ സ്വീകരിക്കുമോ എന്ന് ഭയപ്പെടുകയല്ല നമ്മുടെ ഉദ്ദേശം. പ്രസംഗിക്കുന്ന നമ്മുടെ ഉദ്ദേശം, സുവിശേഷം അറിയിക്കുന്ന നമ്മുടെ ഉദ്ദേശം ഈ വചനം അറിയിക്കുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാം. അവർ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ സ്വീകരിക്കാതിരിക്കുന്നു, അത് അവരുടെ കാര്യമാണ്. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം നാം സുവിശേഷം അറിയിക്കണം, മറ്റുള്ളവരോട് നമ്മുടെ സാക്ഷ്യം പ്രസ്താവിക്കണം. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമാണ് അത്. ഈ ബൈബിൾ ക്ലാസ്സിൽ നാം പങ്കെടുത്തപ്പോൾ പല ആത്മീയ സത്യങ്ങളും നാം കേൾക്കുകയുണ്ടായി. വിശ്വാസത്തോടെ, ദൈവത്തിലുള്ള ആശ്രയത്തോടെ നാം കാര്യങ്ങളെ എങ്ങനെ ചെയ്യണമെന്ന് നാം കേട്ടു. യായിറോസിൻ്റെ കാര്യം നാം ശ്രദ്ധിച്ചു. അദ്ദേഹം യേശുവിനെ കാണാൻ പോയത് തന്നെ ഒരു വലിയ വില കൊടുത്തുകൊണ്ടാണ് പോയത്. തൻ്റെ മതപരമായ ഉത്തരവാദിത്തങ്ങളും സ്ഥാനവും ഒക്കെ മാറ്റിവെച്ചിട്ട് തൻ്റെ മകളോടുള്ള സ്നേഹനിമിത്തം വില കൊടുത്തുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ അദ്ദേഹം മുറുകെ പിടിച്ച് യേശുവിൻ്റെ അടുത്ത് ചെന്നു. യേശുവിൻ്റെ അടുത്ത് പോകാൻ ഇന്നും പലർക്കും ഷെയിമാണ്, മടിയാണ്. എന്ത് സംഭവിക്കും, ആരെങ്കിലും വല്ലതും പറയുമോ? പ്രിയപ്പെട്ടവരെ, യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകണം. അത് അനുഗ്രഹത്തിൻ്റെ മാർഗമാണ്. ആ സ്ത്രീ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു, അവൾക്ക് സൗഖ്യം വന്നു. ആക്ട് ഓഫ് ഫെയ്ത്ത്, അവൾക്ക് സൗഖ്യം ലഭിച്ചു. ദൈവം നമ്മെ ഈ വാക്കുകളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ വചനത്താൽ നമ്മെ അനുഗ്രഹിച്ച് മുമ്പോട്ട് നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.